medical institution. Now it is turned to hospital care or patient care industry. സാധാരണയായി അത്രോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 3 മൊഡാലിറ്റി ട്രീറ്റ്മെൻ്റ് ഉണ്ട്. Old age values with new age technologies. And I think it's most important to look at the difficulties of the patient at a moderate charge. ഇന്ന് എന്നോടൊപ്പം BC റോയിയെ പോലുള്ള അവാർഡുകൾ മേടിച്ച ശ്രീധരയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന B ഉണ്ണികൃഷ്ണൻ എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഡോക്ടറാണ് ഇന്ന് കോഫി വിത്ത് ലൂക്കിൽ. ഡോക്ടറുടെ സൗന്ദര്യവും രൂപം പോലെ തന്നെയാണ് അങ്ങയുടെ എക്സലന്റ് സർവീസസ്. വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക്. Thank you. ഞങ്ങളോടൊപ്പം ഈ ഹോസ്പിറ്റലിന്റെ അമരക്കാരൻ കേണൽ രാജീവ് മണാലി അദ്ദേഹം കൂടിയുണ്ട്. അപ്പോൾ അങ്ങ് കാർഡിയക്കൽ രംഗത്ത് അല്ലേ? സർജറിയിൽ വളരെ ഇന്ത്യയിലെ മാത്രമല്ല അതിന്റെ പ്രസിഡന്റ് കൂടിയല്ലേ നിങ്ങളുടെ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു. എന്താണ് ഇപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ സാഹചര്യം? ഈ വാസ്കുലർ സർജറിയിൽ ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? നേരത്തെ അതിനെപ്പറ്റി കേൾക്കുമ്പോഴൊക്കെ ആളുകൾക്ക് വളരെ അല്ലേ ഒരു എന്താണെന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അങ്ങ് അതിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറാണ്. Thank you, Lucas, for giving me this opportunity to represent SUT Hospital, which I am very proud to belong to, coming from SET. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം, ആവശ്യമായ രക്തം ഓരോ സെല്ലിലേക്കും കശേരിക്കൊണ്ടെത്തുന്നത് രക്തക്കുഴൽ വഴിയാണ്. അഥവാ ശുദ്ധരക്തക്കുഴലും ആവാം, അശുദ്ധ രക്തക്കുഴലും ആവാം. കൂടുതലായും മനുഷ്യന് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം തീരെ വിഷമത്തിലാക്കുന്നത് ശുദ്ധരക്തക്കുഴലിൽ കൊഴുപ്പിൻ്റെ അംശം, കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലിപ്പിഡ്സ് വന്ന് കൂടുമ്പോഴാണ്. ഇതിനെ നമ്മൾ പറയുന്നത് 50-60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് കൂടുതലുണ്ടാവുന്നത്. അത് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ, നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരടയാളമായിട്ടാണ്. പക്ഷേ അതിൽ അന്തർലീനമായി കിടക്കുന്നത് നമ്മൾ ഇൻഡിസിപ്ലിൻഡായി ജീവിക്കുമ്പോഴാണ് ഇത് കൂടുതൽ വരുന്നത്, കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ SUT ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ആരാധ്യനായ ലീഡർ പറഞ്ഞു, വൈഎക്സ് എ ഡെഡിക്കേറ്റഡ് ലീഡർ. I have also been here for 6 years. I know how from 1987 as the first ever corporate hospital in Kerala state, maybe one of the first few in the whole of India. And that again is the vision of the king, and how it was brought down. As any institution, there will be up and down, and we are fortunate to have Colonel. I mean, right in front of him, I am proud to say this, because we have a system now. You saw the meeting, how it's happening. Every day we have morning meeting, all the department heads. I happen to be with you today because I am just in charge medical superintendent. I am only a vascular surgeon basically. And complimenting his statement that our chairman prefers to have stabilized the pulse of the patient, pulse of the patient and not look at the purse. And that's a wonderful statement we never heard. പക്ഷേ ആക്ച്വലി അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ട് ധാരാളം സ്പെഷ്യലൈസ്ഡ് ഈ ന്യൂ ജനറേഷൻ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിലും അതിനെ ഒരു വലിയ സർജറിയാക്കി മാറ്റി ആളുകളെ പിഴിയുന്ന ഒരു രീതിയാണ് ഇന്നിപ്പം. അത് നമ്മൾ ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം കേണൽ അദ്ദേഹത്തിന്റെ ആ മിഷനും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. വെരി എക്സലന്റ് ലീഡർ ആൻഡ് ആളുകളെ എൻകറേജ് ചെയ്യാൻ, എക്യിപ്പ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പിനുടമയാണ് അദ്ദേഹം. അപ്പൊ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം SUT കാരണം ഹ്യൂജ് എമൗണ്ട് ബാങ്ക് റൈറ്റ്, വലിയ എമൗണ്ട് ആണ് ലോൺ എടുത്തേക്കുന്നത്. ഇതെല്ലാം ഓടിച്ചു പോകണമെങ്കിൽ ഈ മിഷനറീസ് വെരി എക്സ്പെൻസീവ്, സ്റ്റാഫിന്റെ എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇതൊരു കൊമേഴ്സ്യലായി മാറി ആളുകളെ കൊല്ലുകയാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നത് ഈ 5-star 7-star hospital, I think it is expenses on the beautification process. But this being, we have begun as part of the royal family, and then we add on to this 7-story building. So we have what is written in our even lift as old age values with new age technologies. And I think it's most important to look at
the difficulties of the patient at a moderate charge. Because private hospitals, unlike government hospitals. ഞാനിതിലൊന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ. ഈ കമേഴ്ഷ്യലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവിടെ ഒരു ടാരിഫ് ഇൻക്രീസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത്. അത് അതിശയോക്തിയായിട്ട് തോന്നാം. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളിവിടെ അനുവർത്തിച്ച് വരുന്ന നയം എക്സ്പെൻസസ് കുറയ്ക്കുക എന്നുള്ളതാണ്. എക്സ്പെൻസസ് കുറയ്ക്കാൻ ആരോടും ചോദിക്കണ്ടല്ലോ. ആ എക്സ്പെൻസസ് വളരെയധികം കുറിച്ച് ഒരു വളരെ ലീൻ ആൻഡ് മീൻ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾക്ക് ടാരിഫ് ഇൻക്രീസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതൊരു ചോദ്യം വരും, ഒരു പക്ഷേ മറ്റുള്ള ഹോസ്പിറ്റലിൽ ഒരു പക്ഷേ അതിൻ്റെയൊക്കെ സിഇഒമാരൊക്കെ ഇത് വാച്ച് ചെയ്യായിരിക്കാം. നിങ്ങളൊക്കെ നമ്മുടെ സ്നേഹിതരാണ്, നമുക്ക് ആരോടും വിരോധമില്ല. പക്ഷേ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് രംഗത്ത് എല്ലാവരും ഒരുപോലെയല്ല. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച കാര്യം ബ്യൂട്ടിഫിക്കേഷൻ അല്ലെ, നല്ലൊരു സ്റ്റാൻഡേർഡ് 5 സ്റ്റാർ 7 സ്റ്റാർ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ആളുകൾ അതിനാണ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത്, ഡോക്ടേഴ്സിന്റെ കഴിവിലല്ല. അപ്പൊ എക്സലന്റ് ആയിട്ടുള്ള കഴിവുള്ള ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ തന്നെ, പക്ഷെ അതില്ലാതെ തന്നെ ആളുകൾ പുറമേ എല്ലാം കാട്ടിക്കൂട്ടി ഒരു പേഷ്യന്റ് എന്തെങ്കിലും കഴിഞ്ഞാൽ അവരെ ഈ ബില്ല് കാണിക്കുമ്പോൾ തന്നെ അവർക്ക് അറ്റാക്ക് വന്നിരിക്കുക അല്ലെ. പക്ഷെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറുള്ള എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കുന്നു. ആ എക്സ്പെൻസുകൾ കുറച്ചുകൊണ്ട് പേഷ്യൻസ് ഇന്ന് മാക്സിമം കുറയ്ക്കാൻ അല്ലെ ചാർജ് കുറച്ച് ഈടാക്കുന്നു. അതാണ് SUT പ്രത്യേകത. ഈ ടോക്ക് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യക്തികളിലേക്ക് പോവുകയല്ല. വ്യക്തികളുടെ അനുഭവങ്ങൾ ആളുകളെ ജീവിപ്പിക്കും, അവരെ ചലിപ്പിക്കും, അവരത് കുതിപ്പിക്കും. ഒരു മാനവികത നമുക്കുണ്ടല്ലേ. തീർച്ചയായും ഉണ്ട്. അത് മാത്രമല്ല, മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നൗ ഇറ്റ് ഇസ് ടേൺ ടു ഹോസ്പിറ്റൽ കെയർ ഓർ പേഷ്യൻ്റ് കെയർ ഇൻഡസ്ട്രി. വി ഹാവ് ട്രൈഡ് ടു കട്ട് ഡൗൺ. നമ്മൾ ആ ഇൻഡസ്ട്രിയൽ പാർട്ട് മിനിമൈസ് ചെയ്ത് പേഷ്യൻ്റ് കെയർ ഹൈ ലെവലാക്കാൻ നോക്കിയിട്ട് ഐ തിങ്ക് അഗെയിൻ വിത്ത് അവർ ഡെഡിക്കേറ്റഡ് ലീഡർ ഐ തിങ്ക് വി ഹാവ് അച്ചീവ്ഡ്. അത് നമുക്ക് ഒരു വളരെ ഹൈ ലെവലിൽ അത് ചെയ്യാൻ പറ്റി. ഇപ്പോൾ വാസ്കുലർ സർജറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സർജറി ഞാൻ പറയുകയാണെങ്കിൽ ശ്രീചിത്രത്തിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുമ്പോൾ വേരിയസ് റീസൺസ് ഐ തിങ്ക് വിത്ത് എ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് വാസ്കുലർ സർജറി ദർ വിച്ച് ഐ ഹാവ് ലെഫ്റ്റ് ഓഫ് ആൻഡ് ട്രെയിൻ പീപ്പിൾ. പിന്നെ ഉള്ളത് എക്സ്പെൻസ്. അവിടുത്തെ എക്സ്പെൻസ് വിൽ ബി വിത്ത് 150 crores സപ്പോർട്ട് പെർ ഇയർ. They can reduce the cost, but even for oxygen, for water, for food, for bed sheet, for cost, for petrol, for water even from the corporation, everything is expensive. So there has to be some basic expense, but still I think we have kept to a moderate expense only, and I think the doctors are cohesive, and we have meetings, and the leadership insists that we have to continue high quality. But in this area, so any doctors are very excellent, so they are asking too much money for the fees, salary. Yes. So that's a big trouble, right? That is true. But I think, money has less value when it is more. But the difficulty with human beings, when they get more, they want get still more. Okay. So that tendency is cut down here a little. അപ്പോൾ ഈ വാസ്കുലർ സർജറിയിൽ ഒരു പക്ഷേ പേഷ്യൻസിനോ ഡോക്ടർക്ക് പറയാനുള്ളത്, അപ്പോൾ ഈ സർജറി ആവശ്യമുണ്ടെങ്കിൽ അത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിൻ്റെ ആവശ്യകതയാണ്. സാധാരണയായി അത്രോസ്ക്ലറോസിസ് എന്ന് പറഞ്ഞ് ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് വന്നാൽ ശരീരത്തിൽ മൊത്തം വരാം. പക്ഷെ അത് ചില ഈ മഹാധമനി ഉത്ഭവ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രക്തക്കുഴൽ ഒരു കിഡ്നിയിലേക്ക് പോയി അത് ഡിവൈഡ് ചെയ്യാൻ ആ പോയിന്റ് അവിടെയാണ്. ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ റോഡിൽ പോകുമ്പോൾ തന്നെ സെയിം കൈൻഡ് ഓഫ് സ്ട്രെസ് അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ 3 മൊഡാലിറ്റി ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വാസ്കുലർ മെഡിസിൻ,
റിസ്ക് ഫാക്ടർ കൺട്രോൾ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്മോക്കിംഗ്, അങ്ങനെ ബാഡ് ഹാബിറ്റ്സ് കുറയ്ക്കുക. ആൽക്കഹോൾ മിതമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുക, നോട്ട് ഓവർ യൂസ്. സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം. ഓവർ ഫുഡ്, ഒരു 45-50 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടമാനം ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ദാറ്റ് ഐ എം കോളിംഗ് ഇറ്റ് ആസ് എ ഡിസിപ്ലിൻ ലൈഫ്. ചെറിയ തോതിലെങ്കിലും എക്സസൈസ് ഓൾവേസ്. ഈ പോസ്റ്റ് കോവിഡ് ടൈമിൽ ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ ധാരാളം ചെറുപ്പക്കാർ മരിക്കുക. ഈ കോവിഡ് വാക്സിൻ ഒരു പക്ഷേ നമ്മുടെ നാട്ടിനെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. കോവിഡ് വാക്സിൻ സേവ്ഡ് മില്യൺസ്. ഇന്ത്യയിൽ നിന്ന് 100 കൺട്രീസിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു. ദാറ്റ് ഈസ് വൈ നരേന്ദ്രമോദി ആൻഡ് അവർ പ്രൈം മിനിസ്റ്റർ ഇതൊക്കെ നമുക്കൊരു മിനിമം 5 years എങ്കിലും ടെസ്റ്റ് ചെയ്യാതെ ഇതൊന്നും ചെയ്തിട്ടില്ല. ആ അവസ്ഥയിൽ നമുക്ക് സമയമില്ല. ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. എന്ത് സംഭവിക്കും നാളെ, ആർക്കെന്ത് സംഭവിക്കുന്ന ഒരു പിടിയില്ല. ഈ വാക്സിൻസിന് അണ്ടർ നോർമൽ കണ്ടീഷൻസ് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ 3 കൊല്ലോ 5 കൊല്ലോ എടുക്കുമായിരിക്കും. ദിസ് വാസ് എൻ അൺയൂഷ്വൽ സിറ്റുവേഷൻ. ഇൻ ദറ്റ് unusual situations, unusual things had to be done. But when we look at the statistics, vaccines have controlled the disease, and vaccines have also ensured that the death rate has come down. But the heart attack ratio is very high after. The heart attack is only one factor, because even in US, if you look at truckloads of dead bodies. So then you are faced with the society gets, whether God is willingly abolishing the human race. It has come to that level. The best and modern medicine available with highest technologies, their death is, like flies people were. So there you cannot go the 3-year trial. You have to use in 6 months. ഈ വാക്സിനെ കുറിച്ച് ഐ തിങ്ക് ഒരു ആവശ്യമില്ലാത്ത ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഫസ്റ്റ്ലി അമേരിക്ക പോലുള്ള, യു ബിലോങ് ടു ദ സ്റ്റേറ്റ്സ്, ഇന്ത്യ പോലൊരു രാജ്യത്ത് വാക്സിൻ ഉത്പാദിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അവർക്ക് ക്ഷീണമാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതെ. പിന്നെ ഫൈസർ പോലെയുള്ള വാക്സിൻസ് കമ്പനീസ് ഉണ്ടാക്കിയിട്ടുള്ള വാക്സിൻസ് പോരാന്ന് അവർ തന്നെ പറയുന്നു. ഇപ്പം ആ സിറ്റുവേഷനിലും ഇന്ത്യൻ വാക്സിൻസ് ഹാവ് സ്റ്റുഡ് ദ ഗ്രൗണ്ട്. അപ്പോൾ അതുകൊണ്ട് വി കനോട്ട് സ്റ്റാൻഡർഡൈസ് ഇറ്റ്, യു കനോട്ട് ഗ്ലോബലൈസ് ഇറ്റ്. Indian vaccines have proved their worth. Let us accept it. അതെ. ഇപ്പം ഡോക്ടർക്ക് അടുത്തിരുന്നിട്ട് എൻ്റെ ഹാർട്ട് കണ്ടുപോലും തോന്നുന്നുണ്ടോ? ഹാർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. See, the one thing is that disciplined life. Yes. Then then the medications for heart, blood vessel, this process നിർത്താനായിട്ട്. പിന്നെ ഉള്ളത് now the surgery. So for example, when something is gone out of control with medication, അപ്പോൾ നമ്മളാണ് obviously surgery is the last resort. Open surgery എന്ന് പറഞ്ഞാൽ തുറന്ന ശസ്ത്രക്രിയ is last resort. In between we have keyhole surgery, which is effective, applicable for almost 50 to 60%. So if you look at 25% can be treated with medicine. So keyhole surgery is we can advise, right? Yes, highly advised. Highly advised. Okay. So what about the expense? If we are using a device to go into the artery, keyhole surgery കുറച്ച് കോസ്റ്റ് കൂടും. It will be one, like for example, approximately how much? say for example, it depends. നമ്മൾ ഇപ്പോൾ കയ്യിലേക്കോ കാലിലേക്കോ കിഡ്നിയിലേക്കോ ഉള്ള രക്തക്കുഴൽ അല്ലെങ്കിൽ ഹാർട്ടിലേക്കോ ഉള്ള, it will cost one stent may cost 60,000 to 1 lakh. Now I think again this Prime Minister Modi ji has reduced, I think he's put a capping to the stent cost to 40,000, 50,000, whatever you use it. Dr. Modi fan ആണെന്ന് തോന്നുന്നല്ലേ? അങ്ങനെയല്ല. I think he's a great leader. Really? Yeah. Okay. He's a great leader. There's no human being on earth who has lived. No, I'll give you an example for you. Whether it's Lord Krishna, Jesus or Nabi, no human from Sri Rama, anybody who's born as a human, 1% bad habits or bad, you can always point out. But you look at 90-95% if somebody is doing good, I think you should just forget about the negative point. അസാധാരണമായ കഴിവുള്ള ഡോക്ടർ ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ഡോക്ടേഴ്സ്, അവർ പറയുന്ന വാക്കുകൾ അത് നിങ്ങൾ ചേർത്ത് പിടിക്കാമെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്കെല്ലാം നല്ല ഒരു ഹാർട്ട് ദൈവം തന്നിട്ടുണ്ട്. അത് നബിയുടെ ആളെന്നോ രാമന്റെ ആളെന്നോ യേശുവിന്റെ ആളെന്നോ ഒന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല. പക്ഷെ നിങ്ങളുടെ ഹാർട്ട് സംരക്ഷിക്കേണ്ട കടമ നിങ്ങളുടേതാണ്. എത്ര മനോഹരമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഒന്ന് ചിരിച്ച് കളിച്ച് നമുക്ക് ദൈവം തന്ന ആയുസ് അത് നന്നായി തീർക്കാൻ നാം ഏറ്റവും ആളുകൾ പുകവലി, മദ്യപാനം, മാത്രമല്ല ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ലൈഫ്. ഞാൻ വളരെ പ്രൗഡ് ഓഫ് ദിസ് ടീം. ഒരു കേണൽ, 2 ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ,
അവരുടെ നടുവിൽ എൻ്റെ ചെറിയ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ജീവനെ പറ്റി, ജീവന്റെ തുടുപ്പിനെ പറ്റി എന്തെല്ലാം കോടികളുണ്ടായാലും അല്ലെ നമ്മുടെ ഹാർട്ടിന് പറ്റിക്കഴിഞ്ഞാൽ അവർ അവസാനിച്ചു. നിങ്ങൾ എന്തെല്ലാം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും പക്ഷെ നിങ്ങൾക്ക് ചിലത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആഹാര രീതി, നിങ്ങളുടെ ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം, ഇതൊക്കെ നിങ്ങളെ തുളച്ചു കളയും. കോവിഡ് ഒരു പക്ഷേ ആയിരക്കണക്കിന് ആളുകളെ വാനിഷ് ചെയ്തു. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ വലിയ ഈ ബുൾഡോസറെ കൊണ്ടുവന്ന് കോരി ചാലുകളിൽ കൊണ്ട് തള്ളുകയായിരുന്നു. എത്രയോ സമ്പന്നന്മാരായ ആളുകൾ ബ്രൂക്ലിനൊക്കെ കണ്ട കാഴ്ചയാണ് ഓടിയെടുക്കാൻ ആളുകളായിരുന്നു. നാളെ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ ആയിക്കൂടുന്നില്ല. ലോകം അതിൻ്റെ ഒരു ഗതിയിലേക്ക്. പക്ഷേ ഇപ്പൊ ഡോക്ടർ പറയുമ്പോൾ ഡോക്ടറെ കണ്ണ് ഈർന്നണിയുന്നുണ്ട്. അദ്ദേഹത്തിന് ആ പേഷ്യൻസുമായിട്ടുള്ള സർജറിയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളായിരിക്കാം അദ്ദേഹത്തെ ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. SUT നല്ലൊരു പുതിയൊരു വഴിത്താര നമുക്ക് വെട്ടി തന്നിരിക്കുകയാണ്. ഇടയ്ക്ക് നിങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യണം. ഇത് പരസ്യമൊന്നല്ല കേട്ടോ. ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി, നിങ്ങളുടെ ആഹാര രീതി എല്ലാം ഇൻസ്റ്റന്റ്, എല്ലാം പെട്ടെന്ന് വേണം. നമുക്കുള്ള പലതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്റ്റന്റ് രീതി നിങ്ങളൊന്ന് മാറ്റിയിട്ട് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്ന് why did you try to implement that? കോഫി വിത്ത് ലോക്ക് പുതിയ ചരിത്രമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതവും ആയുസ്സും ഒന്ന് കൂടട്ടെ. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ച ആയുസ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ജീവിക്കാൻ കഴിയട്ടെ. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും റിട്ടയർ ചെയ്തിട്ടും ഇവിടെ വന്ന് ഈ ഹോസ്പിറ്റലിൽ രണ്ടുപേരും അവരെല്ലാം രണ്ടുപേരും പുലികളാണ് അല്ലെ, പുലികളാണ്, രണ്ടുപേരും റിട്ടയർ ആണ്. എന്നിട്ട് അവരുടെ അസാധാരണമായ കഴിവുകൾ അവർ മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ സർ വളരെ അഭിമാനമുണ്ട്. I think human life is designated and intended to help others. Yeah, that's why I wanted to become an engineer. My father said no. Engineer means you take some money from the contractors, you prepare a bad road. Doctor means you can help others. I think that I am keeping my mind. I have never received 1 rupee from a patient. I have spent 35 years there. And yesterday only I spoke in a nurses meet. SCT, that see if you turn 90 degree anti-clockwise, it is SUT. So great testimony. This testimony നമുക്ക് വേണ്ടത്. No, I think I am very happy to be here. More importantly, very happy to be having a leader who has got the focus, who tells us, reminds us. Now I'm happier now, just 2 weeks temporarily, maybe another 2-3 weeks continuing. In his absence, he's going on for some finer treatment. So that time, I think this is a different outlook, because I don't have to operate and I don't have the stamina to operate 5 days a week. Yeah. I can do 1 or 2. And last week I did an operation lasting 9 hours. So 9 hours, so I think God is giving me stamina. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് 2 ആഴ്ചത്തേക്ക് പോവുകയാണെന്നുള്ളത്. ആസ് എൻ അലോപ്പതിക് മെഡിസിൻ ഹോസ്പിറ്റൽ വർക്കർ ഞാനിപ്പോൾ പോകുന്നത് ജിൻഡൽസ് നേച്ചർ ക്യൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ബാംഗ്ലൂർ നേച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്യാനാണ്. So 2 weeks I am going to be there because I want to put my system in order so that I can work harder when I come back. അപ്പോൾ ഈ എല്ലാ ഫീൽഡ്സ് ഓഫ് മെഡിസിൻസും കോംപ്ലിമെൻ്ററി ആയിട്ടും കൂടെ പ്രവർത്തിക്കണം എന്നുള്ളൊരു പാഠം കൂടെ ഇതിനകത്ത്. So if I may add, what he's in short saying, prevention is better than cure. Exactly. So before that is why there's a great man who has said, everything coming out of our saliva, urine, and all things, cough, it's all very bad. Only your tongue can keep you a steady person. So tongue should be connected to the brain, and just think about just like it. GPS. Yes. So Colonel Sahab is going for preventing, because now he knows he is 65 plus.
So I think this is definitely a good way of prevention. So I am hoping that he will come back with more vigor and more vigor than me at least. ജീവിതാനുഭവങ്ങളുടെ ആവനാഴിയിൽ ആയുധം കൊണ്ട് നിറയ്ക്കപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും. എത്രയോ സർജറികൾ, എത്രയോ ആളുകളെ കണ്ടു. അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിരുകൾ സൂക്ഷിക്കാനും വളരെ കീനായി ചിന്തിച്ച കേണലും പ്രഗത്ഭനായ ഡോക്ടറും. അവർ വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തെ അവർ ടച്ച് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പറ്റി സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, ആർ യു സ്റ്റാൻഡിങ് ഫോർ യുവർ ഫാമിലി ഓർ സ്റ്റാൻഡിങ് ഫോർ യുവർ കമ്മ്യൂണിറ്റി, യു ക്യാൻ ഡു സംതിങ് ഫോർ യുവർ സെൽഫ്. എന്ന് വെച്ചാൽ പ്രിവെൻഷൻ. എന്തും വരുന്നതിന് മുമ്പിട്ട് അല്ലെ, സൂചി കൊണ്ട് എടുക്കേണ്ട തൂമ്പ് കൊണ്ടെടുത്താൽ അത് പ്രശ്നമാണ്. പിന്നെ പണച്ചെലവായി ധാരാളം ബുദ്ധിമുട്ടാണ്. കോഫി വിത്ത് ലൂക്ക് ചരിത്രമാകട്ടെ, നിങ്ങൾ ഓടിയെത്തുക. നിങ്ങളുടെ വേദനകൾ SUTയിലേക്ക് കൊണ്ട് നിങ്ങൾക്കൊന്ന് വെക്കാൻ പറ്റുമെങ്കിൽ ഈശ്വരന്റെ മഹാകൃപയും നിങ്ങളോടൊപ്പമുണ്ട്. എന്നെക്കാൾ ചെറുപ്പമായിട്ടാണ് രണ്ടുപേരും ഇരിക്കുന്നത്. ആ പ്രസരിപ്പും അല്ലെ, ആ നല്ല യോദ്ധാക്കളെ പോലുള്ള അവരുടെ കുതിപ്പും ഇനിയും നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യമൊക്കെ ദൈവം തരട്ടെ. ഈ സ്ഥാപനം പടർന്ന് പന്തലിച്ച് ധാരാളം പക്ഷികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ രൂപത്തിലുള്ള, വിവിധ നിറത്തിലുള്ള ആളുകൾ ഇവിടെ ചേക്കരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. Thank you so much. Thank you so much. Nice to have met you and be with you for some time. And I think it's a privilege to sit A pleasure to have you between here with Luke us. and Colonel.